എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ മമ്മി, ഹണ്ട്, മാർക്കോ, രേഖാചിത്രം, പെരുമാനി, ബാഡ് ബോയ്സ് തുടങ്ങി ഒരുപാട് സിനിമകൾ OTT റിലീസ് ആവുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡാക്കു മഹാരാജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ബാലയാണ് സിനിമയിലെ നായകൻ. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണിത്. ഈ സിനിമ ഫെബ്രുവരി 7 നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, ബേസിൽ, നമിത പ്രമോദ്, അനിക ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയായിരുന്നു കപ്പ്. ഇതൊരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ്. ഇപ്പോഴിതാ സൈനാപ്പിളെ കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഫെബ്രുവരി 16 സിനിമ OTTയിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഡിസാസ്റ്ററായ സിനിമയായിരുന്നു. രാംചരനാണ് സിനിമയിലെ നായകൻ. ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 14 ആമസോൺ പ്രൈമിൽ ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. റഹ്മാൻ, സെന്തിൽ, പിഷാരടി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഒരു ഫാമിലി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഒമർ ലാൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 2 വീക്കിൽ ബാഡ് ബോയ്സ് എന്ന സിനിമ OTT റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങി 1 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 18 ആമസോൺ പ്രൈമിൽ പെരുമാനി വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. കിച്ച സുദീപാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ സിനിമയാണ്. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മാക്സ് എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായതാണ്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ മാക്സ് എന്ന സിനിമ ഫെബ്രുവരി 10 വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയെക്കുറിച്ചാണ്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. റിയാസ് ഖാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 20 മുന്നേ സിനിമ ഹോട്ട്സ്റ്റാറിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു ഹലോ മമ്മി. ഇതൊരു കോമഡി മൂവിയാണ്. ഐശ്വര്യ ലക്ഷ്മി, ഷറഫുദ്ദീൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കുറേയായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഹലോ മമ്മിയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 17 ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഒരു ഹൊറർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീക്ക് ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമൂന്നിൻ്റെ കരിയറിലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു മാർക്കോ. ഇതൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. മാർക്കോ സിനിമ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ ഈ ഫെബ്രുവരി 14 സോണി ലീവിൽ മാർക്കോ സിനിമ റിലീസാവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസമായിരുന്നു ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്ററും അവർ പുറത്തുവിട്ടു. പക്ഷേ ഇതുവരെ OTT റിലീസായിട്ടില്ല. അതുകൊണ്ട് ആരാധകർ നിരാശയിലായിരുന്നു. ദിലീപും തമനയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇപ്പോഴൊടുവിൽ ബാന്ദ്ര OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീക്കിൽ ബാന്ദ്ര സർപ്രൈസായിട്ട് ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്ലാസിക് മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്.
അനശ്വര രാജാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ സോണി ലീവ് രേഖാചിത്രം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. രേഖാചിത്രം എന്ന സിനിമ ഉടനെ തന്നെ സോണി ലീവിൽ OTT റിലീസ് ചെയ്യും. മാർക്കോയ്ക്ക് ശേഷമായിരിക്കും രേഖാചിത്രം വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.